നമുക്കിപ്പം ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ കൂടി ചേരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം രണ്ടാം വട്ടം അടുപ്പിച്ച കേരളത്തിലേക്ക് ഉണ്ടാവുന്ന പ്രവർത്തകർ വലിയൊരു ആവേശം നിറയ്ക്കുന്ന രീതിയിൽ എങ്ങനെയാണ് ഇങ്ങനെ കാണുന്നത് ഈ ഒരു അവസരത്തെ? ലോകം ആരാധിക്കുന്ന ഇന്ത്യയുടെ, നമ്മളെല്ലാം സ്നേഹിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു മാസത്തിനകത്ത് 2 തവണ കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളത് വളരെ വികാരപരമായി തന്നെയാണ് കേരളത്തിലെ പ്രവർത്തകർ നോക്കിക്കാണുന്നത്. പാർട്ടിയുടെ നാരായവേരുകളായിട്ടുള്ള ബൂത്ത് തലത്തിലുള്ള പ്രവർത്തകന്മാരെ അദ്ദേഹം അഭിസംബോധന ചെയ്യുകയാണ് നാളെ. അപ്പോൾ അവരിലേക്ക് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അറിവ്, അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അദ്ദേഹം കടന്നു വന്ന വഴികൾ എന്നുള്ളത്, പാർട്ടിയിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നുള്ളത്, ഒരു പാർട്ടിക്കാരൻ, രാഷ്ട്രീയക്കാരൻ ഒരു ജനാധിപത്യത്തിലൂടെ ജയിച്ച് MLA-യും MP-യും മന്ത്രിയും പ്രധാനമന്ത്രിയുമായാൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ലോകത്തിന് കാഴ്ചവെച്ചിട്ടുള്ള ഒരാളാണ് ശ്രീമാൻ നരേന്ദ്രമോദി. അങ്ങനെ ഒരാൾ ഇത്തരത്തിൽ കേരളത്തിലേക്ക്, നമ്മുടെ കൊച്ചു സംസ്ഥാനത്തിലേക്ക് ഒരു രണ്ടാമത് തവണയും വരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്. അതോടൊപ്പം കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഒരു ഭാഗ്യമാണ്. കേരളത്തിന്റെ ഭരണകൂടം ഇനിയെങ്കിലും ഇത്രയും കേരളത്തെ അടുത്തറിയാൻ സാധിച്ചിട്ടുള്ള ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കൈകളിൽ നിന്ന് ഏറെ കാര്യങ്ങൾ കൃത്യതയോടുകൂടി അവതരിപ്പിച്ചുകൊണ്ട്, കണക്കില്ലെങ്കിൽ നടക്കില്ല, കൃത്യതയോടുകൂടി അവതരിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ കുട്ടികൾ ഇത്രയും കഴിവുള്ളവരാണ്, ഞങ്ങളുടെ ചെറുപ്പക്കാർ, ഞങ്ങളുടെ ചെറുപ്പക്കാരികൾ, ഞങ്ങളുടെ സ്കിൽ ഡെവലപ്മെന്റ് കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറുപ്പക്കാർക്ക് കഴിവ് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള കൃത്യത പുലർത്തിക്കൊണ്ട് ഈ കേരളത്തിന്റെ ഗവൺമെന്റ് കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിയോടൊപ്പം ചേർന്ന് നിന്നാൽ കേരളത്തിന് ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങളുടെ സന്തോഷമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. എന്നാൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു വലിയ വികസനം കേരളത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടുമ്പോഴും ഇതൊരു രാഷ്ട്രീയ സന്ദർശനം എന്ന രീതിയിൽ ആ രീതിയിലേക്ക് പറയുന്ന വിമർശനങ്ങളോട് എങ്ങനെയാണ്? അല്ല, അതിലെന്ത് വിമർശിക്കാൻ എന്താണുള്ളത്? അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നു, നാലമ്പലങ്ങളുടെ നാടായിട്ടുള്ള കേരളത്തിലേക്ക്, ശ്രീരാമക്ഷേത്രം നിലനിൽക്കുന്ന തൃപ്രയാറിലേക്ക് അദ്ദേഹം ഏറ്റവും വലിയ ഒരു അയോധ്യയിലെ രാമന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് വേദിയാകുന്ന സമയത്ത് അതിന് മുന്നോടിയായിട്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ എല്ലാ വർഷത്തിലും ഒരു തവണയെങ്കിലും എത്തുന്ന ആ തൃപ്രയാർ രാമന്റെ അരികിലേക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെന്ന് ഒന്ന് തൊഴുന്നു. അദ്ദേഹം ഗുരുവായൂരിൽ വരുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുന്ന ഒരാളുടെ ഒരു വീടിനകത്തുള്ള ഒരു ചടങ്ങിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുവെന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും സ്വകാര്യമായിട്ട് പറയുന്നത്. BJP വലിയ പ്രതീക്ഷ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി വലിയ തോതിൽ വലിയ പ്രഖ്യാപനങ്ങൾക്ക് ഇടവരുത്തുന്നതാകും പ്രധാനമന്ത്രിയുടെ സന്ദർശനമെന്നാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. എന്തായാലും അത്തരം പ്രതീക്ഷകൾ വെക്കാമല്ലേ ടോമേ നമുക്ക്? തീർച്ചയായും. കാരണം